നെടുമങ്ങാട് നിയോജക മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി ആരെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന GR അനിൽ തന്നെയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു വോട്ട് ശതമാനം ഉയർത്താൻ സാധിക്കുന്നുള്ള പ്രതീക്ഷയുണ്ടോ? വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. മൃഗീയ ഭൂരിപക്ഷം ജനങ്ങൾ നൽകാനുള്ള മാനസികാവസ്ഥയാണ് ജനങ്ങളുടേത്. 5 വർഷക്കാലം ജനങ്ങളോടൊപ്പമായിരുന്നു. ജനങ്ങളുടെ സുഖദുഃഖങ്ങളിലെല്ലാം പങ്കാളിയായ ആളാണ്. എല്ലാ പ്രദേശങ്ങളിലും പഞ്ചായത്ത് എന്നല്ല പ്രദേശങ്ങളിലേക്ക് വികസനത്തിന്റെ വെളിച്ചമെത്തിയ കാലഘട്ടമാണ്. ജനങ്ങൾ എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അതിനോടെല്ലാം അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വിഷയത്തിൽ പോലും ജനങ്ങളെ അകറ്റി നിർത്താനോ ജനങ്ങളെ കാണാതിരിക്കുന്ന നിലപാടോ സ്വീകരിച്ചിട്ടില്ല. എല്ലാ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ട നിവേദനങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിച്ച കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നവർക്കും ഈ കഴിഞ്ഞ 5 വർഷത്തെ എന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതുവരെ ഒരു വിമർശനം ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് ഞാനെന്ന് അവർ തന്നെ എന്നോട് പറയുന്നുണ്ട്. എതിരാളികളിൽ ഒരാൾ സഹപ്രവർത്തകനായിരുന്നു, മറ്റൊരാൾ യുവാവാണ്. എതിരാളികളെക്കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല, അത് ജനങ്ങൾ തീരുമാനിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നായിരുന്നു നെടുമങ്ങാട് വഴിയിലെ റോഡ്. അതിപ്പോൾ എന്തായാലും ഉടൻ തന്നെ പ്രാവർത്തികമാവുകയും ചെയ്യും. ഏറ്റവും അതുപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് നെടുമങ്ങാട് നിന്ന് മംഗലപുരത്തേക്ക് പോകുന്ന 20 കിലോമീറ്റർ റോഡ്. 2 റീച്ച് പൂർത്തിയായി. 3ാമത്തെ റീച്ച് ടെൻഡർ 69 കോടി രൂപയ്ക്ക് ടെൻഡറായി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, നെടുമങ്ങാട് നമ്മൾ നേരെ കാണുന്ന റവന്യൂ ടവർ ഈ ഗവൺമെന്റ് കാലത്ത് കല്ലിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് ഉദ്ഘാടനം ചെയ്തതാണ്. അതുപോലെ ഈ മണ്ഡലത്തിലെ നിരവധി പദ്ധതികൾ ഈ ഗവൺമെന്റ് കാലത്ത് കല്ലിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് ഉദ്ഘാടനം ചെയ്ത അനുഭവമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഭരണവിരുദ്ധ വികാരമൊക്കെ ഇവിടെ പ്രകടമാകുമോ? അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളതാണ് ഇടതുപക്ഷവും BJP ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസൂയയാണ് യഥാർത്ഥത്തിലുള്ളത്. പിണറായി വിജയൻ 10 വർഷം ഭരിച്ചല്ലോ, ഇനി എന്തിനാ ഭരിക്കുന്നത് എന്നല്ലാതെ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിലുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ല ചർച്ച ചെയ്യുന്നത്. അതിനെല്ലാം എല്ലാവരും അംഗീകരിക്കണം, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ 10 വർഷമായില്ലേ, ഇനിയും വേണോ? ഇങ്ങനെയുള്ള അസൂയ കുശുമ്പ് ഇതാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ് BJP ഉയർത്തുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളോ ജനങ്ങളുടെ വിഷയങ്ങളോ ജനപക്ഷ നിലപാടുകളിൽ നടപ്പാക്കിയതിലുള്ള പോരായ്മയോ അല്ല ചർച്ച. മറിച്ച് ഇത്തരത്തിലുള്ള നമ്മൾ പറയൂലേ കുശുമ്പെന്ന്, ആ ചർച്ച ഒരുപാട് നിലനിൽക്കില്ല. ജീവിത അനുഭവത്തിൽ നിന്നാണ് ജനങ്ങൾ തീരുമാനമെടുക്കുന്നത്. ജീവിത അനുഭവത്തിൽ നിന്ന് തീരുമാനമെടുത്താൽ കേരളത്തിലെ എൻ്റെ പ്രദേശങ്ങളിലെ ഫാമിലിക്ക് ഗവൺമെന്റിന്റെ എന്തെങ്കിലും തരത്തിലുള്ള പരിഗണന എത്താത്ത ഒരു കുടുംബവും കാണില്ല. ഇന്നോട്ട് തുടങ്ങുകയാണോ അതോ? ഇല്ല, കഴിഞ്ഞ ഒരാഴ്ച പ്രചരണത്തിന്റെ മുന്നിലാണ്. ഗൃഹസന്ദർശന പ്രവർത്തനങ്ങളിലടക്കം നീങ്ങും. മുൻപും പോയിട്ടുണ്ട്. കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺവെൻഷനുകൾ ഏകദേശം നാളെ കൊണ്ട് പൂർത്തിയാകും. ബൂത്ത് തല കൺവെൻഷനുകൾ, കുടുംബയോഗങ്ങൾ വ്യാപകമായി നടക്കും. ആ കുടുംബയോഗങ്ങളിൽ മഹാഭൂരിപക്ഷത്തിൽ പങ്കെടുക്കാനാണ് പരിശ്രമിക്കുന്നത്. എന്തായാലും വികസന മുന്നേറ്റങ്ങൾ ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് മന്ത്രി ആയിരുന്ന GR അനിൽ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. വരും ദിവസങ്ങളിൽ ഗൃഹസമ്പർക്കം അടക്കമുള്ള പരിപാടികളുമായി മുൻപോട്ട് പോകും. എന്തായാലും വികസനത്തിന് തന്നെ ജനം വോട്ട് ചെയ്യുമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്.